ഇന്ന് ഞാൻ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് എൻ്റെ ഗ്രാൻഡ് മദർ ഉപയോഗിച്ചിരുന്ന ഒരു റെസിപ്പിയാണ്. ഗ്രാൻഡ് മദറിൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് കക്ക വെള്ളം എന്നാണ് അമ്മാമ്മ പറയാറുള്ളത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കക്കയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു പുഴയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നേരിട്ട് കക്ക കളക്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് കക്ക വാങ്ങിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു 50 രൂപയ്ക്കുള്ള കക്കയാണ് ഇതിന് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ഈ കക്ക വാങ്ങിച്ചതിന് ശേഷം ഇത് നന്നായി കക്ക കഴുകിയിട്ട് അതിൽ ഇത്തളെല്ലാം ഉണ്ടാവും, അതെല്ലാം നമ്മൾ കളയണം. ഓക്കെ, ഇത്തളെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായി വാഷ് ചെയ്ത് പുഴുങ്ങിയ കക്കയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ പുഴുങ്ങുന്ന സമയത്ത് ഞാനൊരു തരി പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. നന്നായി അടച്ചു വെച്ച് നല്ല ഫ്ലെയിമിൽ തന്നെയാണ് ഇത് കക്ക നമ്മളെപ്പോഴും പുഴുങ്ങേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് കാണുന്ന വെള്ളം ഈ കക്കയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള വെള്ളമാണ്. ഇത് പുഴുങ്ങുമ്പോൾ ഞാനൊരു തരി പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഈ വെള്ളമാണ് നമ്മൾ ഇന്ന് കക്കവെള്ളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് വെള്ളം നമുക്ക് ഊറ്റിയെടുക്കണം. അപ്പോൾ അത് കക്കയിൽ നിന്ന് എടുത്ത വെള്ളമാണ്. മറ്റേ കക്ക അതിൽ നിന്ന് ഷെല്ലിൽ നിന്ന് മീറ്റ് റിമൂവ് ചെയ്ത് പിന്നെ അതിനുശേഷം നമുക്ക് ആ മീറ്റ് ഒന്നുകിൽ കറി വയ്ക്കാനോ ഫ്രൈ ചെയ്യാനോ പിക്കിൾ ഉണ്ടാക്കാനോ എന്തിനാണെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ കക്ക വെള്ളത്തിന് ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു കഷ്ണം മാങ്ങയുടെ ആവശ്യമുണ്ട്. ചെറിയൊരു പുളി രസത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മുറ്റത്ത് തന്നെയുള്ള ഒരു മാവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ വല്ല മാങ്ങ ഉണ്ടോ നോക്കാം. അവിടെ താഴെ ഒരു മാങ്ങ വീണെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ മാങ്ങ മാത്രം മതി. ഈ കാണുന്ന വലിയ മാങ്ങ മാവുകളിലുള്ളതെന്ന് വെച്ചാൽ നന്നായി അത് വലുതാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല ഇതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പച്ചമുളക് വേണം. പച്ചമുളകും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പച്ചമുളക് നമുക്ക് ഒരു 3-4 എണ്ണം നമുക്ക് പൊട്ടിക്കാം. ഇത് വെള്ള കളറുള്ള ഒരുതരം മുളകാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു കറിവേപ്പിൻ്റെ ഇല വേണം. ഇതും നമ്മുടെ വീട്ടിൽ തന്നെ പുറകുവശത്തു നിന്ന് നമുക്കൊരെണ്ണം പൊട്ടിക്കാം. പിന്നെ നമ്മൾ കുരുമുളക്, അത് പച്ചക്കുരുമുളകാണ് അത് അരയ്ക്കുന്നത്. നമ്മളിതിൽ ഉണങ്ങിയ കുരുമുളകല്ല. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ ഞാനിന്ന് പഴുത്തിട്ടുള്ള കുരുമുളകാണ്, മെയിനായിട്ട് മൂത്തിട്ടുള്ള കുരുമുളകാണ് എടുക്കുന്നത്. ചള്ള് കുരുമുളക് പൊട്ടിക്കുന്നില്ല. അതും കുറച്ചെടുക്കുന്നത് ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രമാണ്. കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ പച്ച കുരുമുളക് നമ്മളിതിൽ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ. ഇതെല്ലാം നമ്മുടെ അമ്മാമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് തേങ്ങയാണ് വേണ്ടത്. തേങ്ങ അതും വേണം. അപ്പോൾ ഒരു നാളികേരം നമുക്ക് പൊളിക്കേണ്ടതായിട്ടുണ്ട്. ഇതും തേങ്ങയും നമ്മളെ പറമ്പിൽ നിന്ന് അത് നാളികേരം പൊളിച്ച് ഉടച്ച് നമുക്ക് ചിരകിയെടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാണ്. ചിരകിയ നാളികേരം, മാങ്ങ, ചെറിയ ഉള്ളി, പച്ചക്കുരുമുളക്, പിന്നെ പച്ചമുളക്, ഇത്രയും ഐറ്റംസാണുള്ളത്. ഇത് നമുക്ക് അമ്മിയിലൊന്ന് ചതച്ചെടുക്കാം. ചതച്ചാൽ മാത്രം മതി, മയത്തിൽ അരയ്ക്കേണ്ട ആവശ്യമില്ല ഇതിന്.
നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ കക്കവെള്ളത്തിൽ ആഡ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ഉപ്പ് ഇടുന്നില്ല. നമ്മുടെ ഈ കക്കവെള്ളത്തിൽ ഓൾറെഡി ഉപ്പ് രസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഉപ്പ് ഒട്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കക്കവെള്ളം നമുക്കൊന്ന് കടുക് താളിക്കണം. അതിന് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതൊന്ന് താളിച്ച് കൊടുക്കണം. ഇതിലേക്ക് നാം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കക്കവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വളരെ സ്വാദുള്ള കക്കവെള്ളം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്രെഡിറ്റ് എൻ്റെ ഗ്രാൻഡ് മദറിനാണ് കേട്ടോ.